നമ്മളിതിന് വേണ്ടിയിട്ട് ഇത്രയും പച്ചക്കറികൾ, അതായത് ക്യാരറ്റ്, ബീൻസ്, സവാള എല്ലാം ഒരുമിച്ച് അരിഞ്ഞു വെച്ചേക്കാണ്. ഒരേ വലിപ്പത്തിന്, ഏകദേശം ഒരേ വലിപ്പത്തിന് എന്നുവെച്ചാൽ ഒരുമിച്ച് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് ഒരു കുക്കർ അടപ്പത്ത് വെച്ച് കുക്കറിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കാണാൻ പറ്റില്ല. ഇതിനകത്തേക്ക് ഇതെല്ലാം അരിഞ്ഞത് അതിനകത്തേക്ക് ഇടാം. പുലാവ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ 2 ഏലക്കായ, കുറച്ച് പട്ട, ഗ്രാമ്പു എല്ലാം കൂടി ഇട്ട് നെയ്യിലിട്ട് വറുത്തതിന് ശേഷം ഈ പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക. അതിൽ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇതായി കഴിയുമ്പോൾ നമ്മൾ ഞാൻ 1.5 കപ്പ് ബസുമതി റൈസാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഒരു 15 മിനിറ്റ് മുമ്പേ കഴുകി വെച്ചിട്ടുണ്ട്. കഴുകി വാറ്റ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ അരിയും കൂടി ഇട്ടിട്ട് ഇതിനകത്തിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കുക്കറിൽ ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടെ വഴറ്റിയിട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ആ കണക്കിന് തിളച്ച വെള്ളമാണ്, പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് കാണിച്ചു തരാം. 1.5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് 1 കപ്പ് അരി, ഞങ്ങൾക്ക് 1 കപ്പ് അരി മതി, 1.5 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ച് ഇനി ഒരൊറ്റ വിസിലേ വരാൻ പാടുള്ളൂ. ഒരൊറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യുക. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ എടുക്കാം. ഓക്കെ. ഇത് കഴിക്കാനായിട്ട് നമുക്കൊരു സാലഡും ഉണ്ടാക്കാം, ഒരു പപ്പടവും അച്ചാറും. ഇത്ര മാത്രം കറികൾ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അതിൻ്റെ ആവി ഒതുങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇതിനകത്ത് ഇനിയും പച്ചക്കറികളൊക്കെ ചേർക്കാം കേട്ടോ. ഈ ബ്രൊക്കോളി, അതുപോലെ തന്നെ കോളിഫ്ലവർ, പൊട്ടറ്റോ, ഇതൊക്കെ ഉപയോഗിക്കാം. നമ്മളതൊന്നും ഉപയോഗിച്ചിട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് മാത്രം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ഞാനെപ്പോഴും പറയും പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അടുത്ത വീഡിയോ കാണും വരെ ബൈ.